കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കരിങ്കൊടി പ്രയോഗത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റത് ഉന്തിലും തള്ളിലുമാണെന്ന വീണ ജോർജ് മൊഴി നൽകിയ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 KSU പ്രവർത്തകർക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് TO മോഹനൻ. പ്രവർത്തകർക്ക് നീതി ലഭ്യമാക്കാൻ ഏതറ്റം വരെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ. മന്ത്രിയും സ്പീക്കറും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു ഇതെന്നും ഇരയായ KSU പ്രവർത്തകർക്ക് എതിരെ വധശ്രമ കുറ്റമാണ് ചുമത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകർക്ക് നീതി ലഭ്യമാക്കാൻ ഏതറ്റം വരെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് സംബന്ധിച്ച് ചെയ്ത് തെറ്റാണ് എന്ന പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് മന്ത്രി അതിനകത്ത് കുറ്റക്കാരിയാണ്, മന്ത്രിയുടെ ഗവൺമെൻ കുറ്റക്കാരിയാണ്. ആ നിലയിലുള്ള കേസ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2-ൽ ഞാൻ തന്നെ അന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. ആ കേസിൻ്റെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർ നടപടികളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. ആ കേസ് അതിൻ്റെ നല്ല നിലയിൽ തന്നെ കൊണ്ടുപോയിട്ട് അർഹതപ്പെട്ട ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇത് സർക്കാർ അവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ ഹൈക്കോടതി വരെ പോയി ഇവർക്ക് നിയമ പരിരക്ഷ ഉറപ്പാക്കി ആ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ആ സംഖ്യ ഈ മന്ത്രിയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും വ്യാജമായ തെറ്റായ രൂപത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഈടാക്കാൻ ആവശ്യമായ നടപടി കൂടി സ്വീകരിക്കണം. KSU പ്രവർത്തകരായ വിദ്യാർത്ഥികളോട് മന്ത്രി മാപ്പ് പറയണമെന്നും TO മോഹനൻ ആവശ്യപ്പെട്ടു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ 1/4 ലക്ഷം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും മണ്ഡലം UDF സ്ഥാനാർത്ഥി കൂടിയായ TO മോഹനൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.